ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. അത് അങ്ങനെയാണെന്ന് ചിലരെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ട് പറഞ്ഞുവെന്നേ ഉള്ളൂ. അത് വരുന്നതിന് തലേന്ന്, അതായത് ഓഗസ്റ്റ് 14 വിഭജന ഭീകരതാ ദിനമായി ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണതിനർത്ഥം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 15 പകരം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായ ഓഗസ്റ്റ് 14 ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നതിന് തുല്യമാണത്. ഇന്ത്യയിൽ നിന്നല്ല സ്വാതന്ത്ര്യം നേടിയത് എന്ന് സ്ഥാപിക്കാൻ മുഹമ്മദ് അലി ജിന്നയുടെ അതിബുദ്ധിയിൽ തോന്നിയ ഒരാശയമായിരുന്നു ഓഗസ്റ്റ് 14. നേരിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന് സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. അതുമാത്രമാണ് ഓഗസ്റ്റ് 14-നുള്ള പ്രത്യേകത. പാകിസ്ഥാന്റെ ആ ഓഗസ്റ്റ് 14 ആഘോഷിക്കാനോ ആചരിക്കാനോ ഇന്ത്യയിൽ ആഹ്വാനം നടത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാകുമെന്ന് നമുക്ക് ഊഹിക്കാം. അതിന് തുല്യമാണ് സ്വാതന്ത്ര്യ ദിനത്തിനു തലേന്ന് വിഭജന ഭീകരതാ ദിനമായി ആചരിക്കാനുള്ള ആഹ്വാനവും. ഗവർണറുടെ ഈ ഉത്തരവ് എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാർക്കുമാണ്. സ്വാതന്ത്ര്യദിനം സമീപകാലം വരെ ആചരിക്കാതിരുന്ന ഒരൊറ്റ ഗ്രൂപ്പേ ഇന്ത്യയിലുള്ളൂ, അത് RSS ആണ്. സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്ന പതിവും RSSനുണ്ടായിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരിക്കലും ആഘോഷിക്കാതെ വിഭജനത്തിന്റെ മുറിവ് കുത്തിനോവിച്ചുകൊണ്ടിരുന്നതും RSS തന്നെ. ജനാധിപത്യ ഇന്ത്യയിലേക്കുള്ള പരിവർത്തനത്തെ ഒട്ടും അംഗീകരിക്കാതിരിക്കുന്നവർക്ക് മാത്രമേ ഓഗസ്റ്റ് 14 ആചരിക്കാൻ പറയാൻ കഴിയൂ.